ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നത് ഒരു വിവാഹകാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ ചാനലിൽ വിവാഹകാര്യം പറയാൻ വേണ്ടി തന്നെയാണ് വരാറ്. എങ്കിലും ഒരു ആമുഖം എന്നുള്ള രീതിയിൽ പറഞ്ഞാണ്. പലതരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വിവാഹത്തിൻ്റെ ഇങ്ങനെ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേട്ടിട്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ, ആ ഒരു സെൻസിൽ എടുക്കണം. ഇതിനെ വേറൊരു രീതിയിൽ ഇതിലുള്ള കമൻസ് കാര്യങ്ങൾ അങ്ങനെയൊന്നും പറയുകയോ ഒരു മോശപ്പെട്ട രീതിയിൽ ആരും കാണരുത്. ഒരു പോസിറ്റീവ് വൈബിൽ തന്നെ എടുക്കണം. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വ്യത്യസ്തതരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. ശാരീരികമായ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട്. അങ്ങനെ നമ്മളെ ഈ യുവാവിന്, ഹിന്ദു യുവാവാണ് വധുവിന് ആവശ്യമുള്ളത്. അപ്പോൾ ഈ യുവാവിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും ഓപ്പോസിറ്റ് സെക്സിനെ കാണുമ്പോൾ അട്രാക്ഷൻ തോന്നുമല്ലോ. മൂപ്പരിക്ക് അതില്ല. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ മൂപ്പരിക്ക് പിന്നെ ലേഡീസിനോട് അങ്ങനെ വികാരങ്ങളില്ല, സെക്സ് ലൈഫ് മൂപ്പരിക്ക് ഇല്ല. അതാണ് മൂപ്പരിക്ക് അങ്ങനത്തെ യാതൊരുവിധ ഫീലിങ്സും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് വേണ്ടതും അങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ലാത്ത സ്ത്രീകൾ ഉണ്ടാവുമല്ലോ. വിവാഹ ജീവിതം ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഈ രീതിയിലുള്ള റിലേഷൻഷിപ്പിനൊന്നും താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ സെക്സ് ലൈഫിനോട് താല്പര്യം ഇല്ലാത്ത സ്ത്രീകൾ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ഒരാളെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാര്യം പറയുമ്പോൾ ഇതേപോലെ ഫേസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഇതെങ്ങനെയാണ് ഒരാളോട് പറയാന്നുള്ള ഒരു ടെൻഷനിലായിരിക്കും അവർ. കാരണം ചിലപ്പോൾ ഇത് ആർക്കും അറിയുന്നുണ്ടാവില്ല. നാട്ടിലോ ഇപ്പോൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, വീട്ടുകാരായിക്കോട്ടെ. കാരണം ഇത് വേറൊരാൾ നമ്മളെ കാണുന്ന ഒരു സംഭവമല്ലല്ലോ, നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യമല്ലേ. അപ്പോൾ അത് വേറൊരാൾക്ക് യാതൊരു രീതിയിലും അറിയാനുള്ള ചാൻസസ് ഉണ്ടാവില്ല. പല ആളുകളും എന്ന് പറഞ്ഞാൽ, ഈ ഒരു ബുദ്ധിമുട്ടുള്ള പല ആളുകളും എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് വേണ്ടി വീട്ടിൽ നിന്ന്, ഇപ്പോൾ സ്ത്രീകളായിക്കോട്ടെ, സ്ത്രീകളോട് ഇപ്പോൾ വീട്ടിൽ നിന്ന് വിവാഹം ചെയ്യുമെന്ന് പറഞ്ഞ് നിർബന്ധിക്കും. പക്ഷേ അവർക്ക് ഈ ഒരു വിഷയം ഉണ്ടെങ്കിൽ അവർക്ക് അതിനോട് താല്പര്യം വരില്ല. അപ്പോൾ ഒരു ആളുടെ ലൈഫ് നമ്മൾ സ്പോയിൽ ചെയ്യരുത് എന്നുള്ളതുകൊണ്ട് ഓരോ മാറി നിൽക്കുക. അങ്ങനെ വീട്ടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതേപോലെ ആണുങ്ങളുണ്ട്. കല്യാണം എന്താ കഴിക്കാത്തതെന്ന് ഇങ്ങനെ ചോദിക്കും. പക്ഷേ ഇവരെ വിഷയം ചിലപ്പോൾ ഇതായിരിക്കാം. എല്ലാവരും നല്ല കേട്ടോ, ഞാൻ ഇനിയിപ്പോൾ കല്യാണം കഴിക്കാത്ത ആളുകളല്ലോ ഇങ്ങനെ വിഷയങ്ങളുണ്ടെന്നൊന്നും ചിന്തിക്കരുത്. ഞാൻ ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളുകളുടെ ഒരു വിഷയമാണ് പറഞ്ഞത്. അതായത് ഇങ്ങനെ യാതൊരുവിധ ഫീലിങ്സ് കാര്യങ്ങളൊന്നുമില്ല, പിന്നെ നമ്മളിത് മറച്ചു വെച്ച് എങ്ങനെയാണ് കഴിക്കുക, അങ്ങനെ ആഗ്രഹിച്ചിട്ട് കല്യാണം എന്നുള്ള ഒരു കാര്യത്തിനോട് അകന്നു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും ഒരു പാർട്ട്ണറിനെ വേണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ എങ്ങനെയാണ് നമുക്കിപ്പോൾ പെണ്ണ് കാണാൻ പോയിട്ട് എനിക്കിങ്ങനെ ഒരു വിഷയമുണ്ട്, നിങ്ങൾക്കതിന് അങ്ങനെ നമ്മൾ കണ്ടെത്താൻ പറ്റൂല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, എങ്ങനെയാണ് നമ്മളൊരാളെ കണ്ടെത്തുക? പക്ഷെ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് അങ്ങനെ ഒരാളെ കണ്ടെത്താൻ പറ്റും. അതും അവർക്ക് ഒറ്റയ്ക്ക് കണ്ടെത്താൻ ചിലപ്പോൾ ഒരു മടി ഉണ്ടാവും. കാരണം എങ്ങനെയാണ് ഇപ്പോൾ അവരവരുടെ പ്രൊഫൈലിൽ എനിക്ക് ഇങ്ങനെ പിന്നെ ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ ഇല്ല, അങ്ങനെയുള്ള ഒരാളെ വേണമെന്ന് പറയുമ്പോൾ പൊതുസമൂഹം അവരെങ്ങനെ കാണും എന്നുള്ള ഒരു പേടി അല്ലെങ്കിൽ ഒരു ജാള്യത അവർക്കുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ ഒരു എന്ത് ചെയ്യുന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണ്ട. നമ്മുടെ പ്ലാറ്റ്ഫോം തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ പറയാം. എന്നിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരാളെ, നിങ്ങൾ അതേ മൈൻഡുള്ള ഒരാളെ കണ്ടെത്താൻ ഞങ്ങൾ കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ വ്യക്തിക്ക് നല്ലൊരു വധുവിനെ കണ്ടെത്തണം. അപ്പോൾ മൂപ്പര് MCOM വരെ പഠിച്ച ആളാണ് കേട്ടോ. അക്കൗണ്ടൻ്റായിട്ടൊക്കെ ജോലി ചെയ്യുന്നതാണ്. ബേസിക്കലി മൂപ്പരെ നാട് ട്രിവാൻഡ്രത്താണ്, പക്ഷെ വർക്ക് ചെയ്യുന്നത് മലബാർ ഏരിയയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ആലോചന വരണം. ആ ജില്ലയും ഒന്നും പ്രശ്നമില്ല, കേരളത്തിൻ്റെ പുറത്തുള്ള ആളാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല എന്നാണ് പുള്ളി പറഞ്ഞത് കേട്ടോ. നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്ന ആളായിരിക്കണം. 30 വയസ്സാണ് ഇപ്പോൾ നമ്മളെ വരനായത്. വധുവിൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ ഒരു 30 വയസ്സ് വരെ നമുക്ക് നോക്കാം. എഡ്യൂക്കേഷൻ നോക്കുന്നില്ല, ജാതി കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഇവരുടെ ജാതി എന്ന് പറഞ്ഞാൽ ഈഴവയാണ്, ഹിന്ദു വിഭാഗത്തിൽ ഈഴവയാണ്. അപ്പോൾ ഈ നമ്മളെ പാർട്ട്ണറിൻ്റെ ജാതിയും കാര്യവും വേറെ യാതൊരുവിധ ഡിമാൻഡും നമുക്കില്ല. ഈ ഒരൊറ്റ കാര്യം ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മീൻസ് ഇങ്ങനെ ഒരു കാര്യം ഇവരുടെ അതേ മൈൻഡുള്ള ഒരാളാണ്. അല്ലാണ്ട് അതെനിക്ക് പ്രശ്നമല്ല, ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു വരുന്നത്, അങ്ങനെ യാതൊരുവിധ ഓപ്പോസിറ്റ് സെക്സിനോട്
പിന്നെ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലാത്തൊരാൾ വന്നാലും അത് പ്രശ്നം തന്നെയാണ്. കാരണം ഫ്യൂച്ചറിൽ അവർക്ക് റിഗ്രറ്റ് വന്നാൽ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലല്ലോ, എൻ്റെ ജീവിതം ഇങ്ങനെയല്ലോ, എനിക്ക് യാതൊരുവിധ കാര്യങ്ങളും ഇല്ലല്ലോ എന്നുള്ള ചിന്ത വരരുത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫീലിങ്സ് ഇല്ലാത്ത ഒരാളെ തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് വേറൊരാൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം പിന്നെ അവൻ അങ്ങനെയാണല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം ഇത് ഓരോരുത്തരുടെ മൈൻഡിൻ്റെ ഉള്ളിലുള്ളതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മൂപ്പരെ കോണ്ടാക്ട് ചെയ്യുക. ഇതിൽ കോണ്ടാക്ട് നമ്പർ കൊടുക്കുക. ആരും അനാവശ്യമായ രീതിയിൽ ഇതിൽ വിളിക്കരുത്. ഇത് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊരു കളിയാക്കുന്ന രൂപത്തിലോ അങ്ങനെ ഒരു രൂപത്തിലോ നിങ്ങളിത് കാണരുത് എന്ന് എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിൽ യാതൊരുവിധ ഈ വ്യക്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു അന്വേഷണം നടത്തിയിട്ടൊന്നുമല്ല ഇത് ചെയ്യുന്നത്. ഒരുപാട് ദൂരെയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ മുമ്പോട്ട് വരുന്ന ആളുകൾ നല്ല രീതിയിൽ അന്വേഷിക്കണം. അതേപോലെ ഇരു കൂട്ടരും കേട്ടോ, ഇപ്പോൾ പുള്ളിനോട് പറയുന്നുണ്ട് വരുന്ന ആളെ പറ്റി അന്വേഷിക്കണം എന്ന്. രണ്ട് കൂട്ടരും അന്വേഷിച്ചിട്ട് മാത്രം കല്യാണമായിട്ട് മുമ്പോട്ട് പോവുക. കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നല്ലൊരു പങ്കാളിയെ മൂപ്പരിക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്യണം. കാരണം നമുക്ക് അറിയില്ലല്ലോ എവിടെയാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ എല്ലാ ആളുകളും ഷെയർ ചെയ്യണം. നിങ്ങളിതൊരു തമാശ രൂപേണ കാണരുത്. ഓരോരുത്തരുടെ ജീവിതവും അവരുടെ അവസ്ഥകളുമാണ് നിങ്ങളോട് പറയുന്നത്. ചിലപ്പോൾ നമ്മളിൽ തന്നെ ചിലർ ആ രീതിയിൽ ഉണ്ടാവും അല്ലേ, നമുക്കറിയുന്നവർ ചിലരുണ്ടാവും. പക്ഷെ അവർക്ക് അത് പറയാൻ പറ്റാണ്ട് നിൽക്കുന്നവരായിരിക്കാം. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മുടെ സമൂഹത്തിൽ പല ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട്. ആളുകളോട് പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഷെയർ ചെയ്യുക. എത്രയും പെട്ടെന്ന് നല്ലൊരു പാർട്ണറിനെ ഈ വരന് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. കട്ടയ്ക്ക് കൂടെ നിൽക്കുക. ഇതേപോലെ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്കൊരു പാർട്ണറിനെ നോക്കണം, അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ വിളിക്കാം. ഈ ഒരു ചാനൽ ഐഡിയൽ മാച്ചസ് എന്ന് പറഞ്ഞ ചാനൽ നമ്മൾ ശാരീരികമായി ബുദ്ധിപരമായോ അങ്ങനെ വിഷയങ്ങളൊന്നും ഇല്ലാത്ത പോലെ വീഡിയോ ഇടുന്ന ചാനലാണ്. ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആ രീതിയിലുള്ള ഒരു പ്രശ്നമല്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ തന്നെ ചെയ്തു കേട്ടോ. അല്ലാണ്ട് ഭിന്നശേഷിയുള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ ആളുകൾക്കുള്ള ചാനൽ വേറെ തന്നെയാണ്, ഡിഫറെൻറ്റ് മാരേജ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ അത് വേറെ തന്നെ ഇതിലാണ് ഉണ്ടാവുക. ഇത് അല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ്. അവർക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കില്ലേ, സബ്സ്ക്രൈബേഴ്സ് വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അതൊക്കെ അറിയാൻ പറ്റും. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിൽക്കുക. ഓക്കെ.